നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന വളരെ സീരിയസ് ആയ ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ വിളിച്ചിരുന്നു. അപ്പം അവർ ചോദിച്ചൊരു മെയിൻ ചോദ്യം എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത്. അപ്പോൾ അതൊരു പരിചയക്കുറവാണ്. ന്യൂ ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യമാണെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും വീഡിയോയിൽ വരുന്നുണ്ടെങ്കിലും തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പൊ ഈ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു വീട്ടില് ഒരു ടീനേജർ, ഒരു അച്ഛനും മോനും ഉണ്ടാവുന്ന മോൻ ടീനേജർ ആണെങ്കിൽ ഒരു ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവാറുണ്ട്. ഒരു ഡിസ്റ്റൻസ് പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ കുറച്ചൊരു ഡിസ്റ്റന്റ് ആയി പോവാറുണ്ട്. മീൻസ് ഒരു വയസ്സ് മുതൽ, അല്ലെങ്കിൽ ജനിച്ചത് മുതൽ 10 വയസ്സ് വരെ നിങ്ങളുടെ ഹീറോ ആണ്, നിങ്ങളുടെ എല്ലാമാണ് ഒരാള്. ഒരു 10 വയസ്സ് കഴിഞ്ഞ് ടീനേജിലേക്ക് പോകുമ്പോൾ ബോയ്സ്, ഇൻ ദ കേസ് ഓഫ് ബോയ്സ്, ടീനേജിലേക്ക് പോകുമ്പം അച്ഛനോടൊരു ഡിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചില കുട്ടികൾ, ഞാൻ പേഴ്സണലി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ചില കുട്ടികളോട് സംസാരിക്കും, വീട്ടിലെ കാര്യം പറയുമ്പോൾ അവർ പറയും, അവർ കുറച്ച് പേഴ്സണലി സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അച്ഛനോട് സംസാരിക്കാറേ ഇല്ല, സംസാരിച്ചിട്ട് കുറേ കാലമായി, അമ്മ ത്രൂ ആണ് അച്ഛനോട് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നമുക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഒരു ആസ് എ ടീനേജർ നിങ്ങൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴൊക്കെ അച്ഛൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ തുടങ്ങും, അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങും. റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നമുക്കാർക്കും ആ ഏജിൽ ഇഷ്ടപ്പെടില്ല. അപ്പം ആ റെസ്ട്രിക്ഷൻ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. റിയാക്ട് ചെയ്തല്ലേ കുറച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ കൂടുതലും തന്നെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ മിണ്ടാതെയോ, രണ്ടാളും മിണ്ടാതെയോ. പിന്നെ അമ്മ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. പിന്നെ കുറച്ച് ആ ടീനേജിൽ തന്നെ അച്ഛനൊരു ATM മെഷീൻ മാത്രം, ATM കാർഡ് മാത്രമായിരിക്കും. ഇത് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്താനുള്ള പൈസ തരുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് ചുരുങ്ങിപ്പോകും. അപ്പം അങ്ങനെ ഒരു ഫ്രിക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ റെസ്ട്രിക്ഷൻ തന്നെയാണ്. പിന്നെ അച്ഛനത് മനസ്സിൽ ഒതുക്കി നടക്കുക, ഉള്ളിൽ ഒതുക്കി പുറത്ത് പറയാതെ. അതുപോലെ നിങ്ങളും അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാതെ ഇങ്ങനെ നടക്കും. അപ്പം നമ്മൾ പൊതുവെ ആണുങ്ങൾ അങ്ങനെയാണല്ലോ, ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഒരാൾ മരിച്ചത് കേൾക്കും, നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഫിഗർ എപ്പോഴും ഒരു ആണിൻ്റെതായിരിക്കും. ഇറ്റ് വിൽ ബി എ മെയിൽ എന്ന് നമുക്ക് ഉറപ്പാണ്. ബിക്കോസ് അങ്ങനെ നമ്മൾ 98% ആൾക്കാരും ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നത് ആണുങ്ങളാണ്. അത് റിയാലിറ്റിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യു ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ ചെറുപ്പത്തിലെ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാ, എന്തെങ്കിലും കളിക്കുമ്പോൾ വീണ് എന്തെങ്കിലും പറ്റി നമുക്ക് വേദനയാകുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയാ, എടാ നീ ആണാടാ, നീ കരയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പിന്നെ മനസ്സിന് എന്തെങ്കിലും വിഷമം തന്ന് നമ്മൾ കരയാൻ തുടങ്ങുമ്പോൾ നമ്മളോട് പറയും, നീ ആണാണ്, നീ കരയാൻ പാടില്ല, നീ മറ്റുള്ളവരെ കൺസോൾ ചെയ്യേണ്ട ഒരാളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ ലേഡീസ് നേരെ തിരിച്ചിട്ടാണ്. ചെറിയൊരു കാര്യം വരുമ്പോൾ അവർ കരയും, ചെറിയ കാര്യത്തിന് ചിരിക്കും, അവരങ്ങനെ മൈൻഡ് റിലാക്സ് ആവും. പക്ഷെ ആണുങ്ങൾ ഇത് ഉള്ളിലിങ്ങനെ അത് കൂടി വന്ന് അങ്ങനത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ളിലെടുത്ത് വലുതാവുമ്പോഴത്തേക്ക് ഇതൊരു ഗ്യാസ് സിലിണ്ടർ പോലെയാവും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇൻ ദ കേസ് ഓഫ് അങ്ങനത്തെ ഒരു മരണം സംഭവിക്കുമ്പോൾ 98% ആണുങ്ങളായി മാറുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരുപാട് ടെൻഷനുകളുണ്ടാവും. അച്ഛനും എൻ്റെ നല്ലൊരു ഫ്രണ്ടായി നടന്ന ഒരാൾ, എൻ്റെ മോൻ എന്നോട് കുറച്ച് കഴിഞ്ഞാൽ മിണ്ടുന്നില്ല, അച്ഛനും ഒരുപാട് ടെൻഷൻ, നിങ്ങൾക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആവാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളല്ലേ. ഫ്രം A to Z, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്ന ഒരാളല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ച നമ്മളെ ഭാഗത്തുനിന്നാവാം. മനസ്സിലാക്കണം വെച്ചാൽ, നമ്മൾ ആ വിരൽ പിടിച്ചാൽ നടക്കാൻ പഠിച്ചത്, നമ്മൾ ആ ഗേറ്റിന്റെ പുറത്ത് കൊണ്ടുപോയി നമ്മൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടുത്തി ആ കൈ പിടിച്ചിട്ടാണ് നമ്മൾ പുറത്തൊക്കെ പോയി എല്ലാം പരിചയപ്പെട്ടത്. എല്ലാം നമുക്ക് ചെയ്തു തന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ആവാം. അച്ഛനോട് കൂടെ ഒരു സെൽഫി എടുക്കുക, അച്ഛനോട് ലോഗ്യം കുറവാണെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് ലോഗ്യം ഫ്രണ്ട്ലി ആവാൻ ശ്രമിക്കുക. അപ്പം വീട്ടിലെ ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ മാറും. അത് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ കുറച്ചൊരു വിട്ടുവീഴ്ച പുതിയ ജനറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം, അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എന്നാലും നിങ്ങൾ ആ ഈഗോ ഒക്കെ മാറ്റി വെച്ച് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയി പെരുമാറിയാൽ നമ്മളെ വീട്ടിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും.
പിന്നെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാം അച്ഛൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾക്കറിയാം, ബോയ്സിന് അറിയാം അമ്മേനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതൊരു അച്ഛനെയും കൂടെ അച്ഛനോടും കൂടി ഒരു ഫ്രണ്ട്ലി ആയ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏത് റിലേഷനിലും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആവുമ്പോഴാണ് നമ്മൾ ആ ഒരു ഫ്രിക്ഷൻ വരുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഫാദർ, അല്ലേ? നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോവാൻ, നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോയി നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി നമുക്ക് എപ്പോഴും ആലോചിക്കുന്ന ഒരാൾ നമ്മുടെ ഫാദറാണ്. ഇൻ ദ കേസ് ഓഫ് എനി എമർജൻസി ഈസ് ദർ, അല്ലെ? ഒരു ഗാർഡിയൻ എന്ന നിലയ്ക്ക് ഒരാൾ ഉണ്ടാവും എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന കാര്യമാണ് അച്ഛനുണ്ട് എന്നുള്ളത്. അപ്പോൾ സോ ബി ഫ്രണ്ട്ലി വിത്ത് ഹിം. നമ്മളെല്ലാം ഈ ലോകത്ത് കുറച്ചു കാലം ജീവിച്ച് കുറച്ച് എന്തെല്ലോ കുരുത്തക്കേടും കാര്യങ്ങളെല്ലാം കളിച്ച് തിരിഞ്ഞു മറിഞ്ഞ് നമ്മൾ എല്ലാവരും ഈ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് പോകും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഫ്രിക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ബി ഓപ്പൺ ടു യുവർ ഫാദർ ഓൾസോ. ഓക്കെ, അമ്മേനോട് പെരുമാറുമ്പോൾ തന്നെ അച്ഛനോട് പെരുമാറാൻ ശ്രമിക്കുക, ആ ഫ്രിക്ഷൻ ഒഴിവാക്കുക. യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ഹോം. ഓക്കെ, താങ്ക് യു.